ചേട്ടാ നമസ്കാരം. കർണപുടങ്ങൾക്ക് ആനന്ദമേകുന്ന ഒരു വാർത്തയുമായിട്ടാണ് ഇന്ന് കേരളത്തിലെ ദേശസ്നേഹികൾ ഉറക്കമിടുന്നേറ്റത്. സംഭവം വേറൊന്നുമല്ല, ഹമാസിന്റെ സൈനിക മേധാവിയായിട്ടുള്ള മുഹമ്മദ് ഡെയ്ഫിനെയും ഇസ്രായേൽ തട്ടിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം പൊളിറ്റിക്കൽ ചീഫ് ആയിട്ടുള്ള ഇസ്മയിൽ ഹനിയെ തട്ടി. ഇവന്മാരുടെ പേരുകളാണ് വായിക്കൊള്ളാത്ത പേരുകൾ. ഇപ്പോ ഗാസയിലെ ഒരു പൊളിറ്റിക്കൽ ഹമാസിന്റെ തലവനുണ്ട്. ഈ ജില്ല തിരിച്ച് തിരിച്ച് തലവന്മാരെ നിയോഗിച്ചിരിക്കുകയാണ്. ഗാസയിലെ ആ തലവന്റെ പേര് യഹിയ സിൻവാർ. യഹിയ സിൻവാറിന്റെ കീഴിലാണ് ഈ സൈനിക കമാൻഡർ മുഹമ്മദ് ദായിഫ് വരുന്നത്. ഇയാളുടെ കീഴിലാണ് സൈനിക ഉപമേധാവിയായിട്ടുള്ള മർവാർ ഇസ വരുന്നത്. അപ്പോ ഇവരുടെ എല്ലാം ടോട്ടലി പൊളിറ്റിക്കൽ ചീഫാണ് ഇപ്പോ ഇസ്രായേൽ തട്ടിക്കളഞ്ഞ, ഇറാനിൽ വെച്ച് തട്ടിക്കളഞ്ഞ ഈ ഹനിയ. അപ്പോ ഇറാൻ ഇപ്പോ വലിയ രീതിയിൽ ഇസ്രായേലിനെ അറ്റാക്ക് ചെയ്യാൻ പോകുന്നു, നാല് പാടും എന്നറിയാൻ സാധിക്കുന്നു. കഴിഞ്ഞ ദിവസം ഇറാൻ ഒരു യോഗം വിളിച്ചിരുന്നു. ആ യോഗത്തില് പാലസ്തീനിലുള്ള ഹമാസ്, ഇസ്ലാമിക് ജിഹാദ്, യമനിലെ ഹൂതികൾ, അപ്പുറത്ത് കിടക്കുന്ന നമ്മുടെ സിറിയയിലുള്ള ഐസിസ് ഒഴിച്ചുള്ള ഹിസ്ബുള്ള എന്ന് പറഞ്ഞ സംഘടന, ഇറാനിലെ ഹിസ്ബുള്ള, എല്ലാവരെയും ചേർത്ത് വളഞ്ഞിട്ട് ആക്രമിക്കാനാണ് ഇറാന്റെ പദ്ധതി. അപ്പൊ അമേരിക്ക ഇപ്പോ രംഗത്തെത്തിയിട്ടുണ്ട്. അമേരിക്ക പറയുന്നത് ഇസ്രായേലിനെ തൊട്ട് കഴിഞ്ഞാൽ കത്തും എന്നാണ് അമേരിക്ക പറയുന്നത്. ഞങ്ങൾ ഇസ്രായേലിന് സപ്പോർട്ടുമായിട്ടുണ്ട് എന്ന് പറയുന്നു. സ്വാഭാവികമായിട്ടും ഇസ്രായേലിനെ തൊട്ട് കഴിഞ്ഞാൽ ഇന്ത്യയും ഒരു പിന്തുണ പ്രഖ്യാപിക്കാനുള്ള സാധ്യത ഉണ്ടല്ലോ. ഇതൊരു യുദ്ധത്തിലേക്ക് നീങ്ങുമോ? എന്തായിരിക്കും ഇതിന്റെ പരിണിത ഫലം? ആദ്യം തന്നെ ഞാൻ പറയട്ടെ, ഈ ന്യൂയോർക്ക് ടൈംസിന്റെ ഒരു വാർത്ത വന്നിട്ടുണ്ട്. അതിനകത്ത് ഈ ഇസ്മയിൽ ഹാനിയ കൊല്ലപ്പെട്ടതുമായി ബന്ധപ്പെട്ടുള്ള കുറെ ഡീറ്റെയിൽസും റിപ്പോർട്ടും ഒക്കെ. സത്യത്തിൽ എനിക്ക് തോന്നുന്നത് ഈ ഇറാൻ കൂടി അനുവദിച്ചിട്ടാണ് കൊലപാതകം നടന്നതെന്നൊരു സംശയം എനിക്കില്ലാതില്ല. കാരണം 2 മാസമായിട്ട് ഈ ഹനിയയ്ക്ക് വേണ്ടിയിട്ട് ഇറാനിലെ ഈ കൊലയാളികൾ തമ്പടിച്ചിരുന്നു എന്നാണ് വാർത്ത പറയുന്നത്. രണ്ടാമത്തെ കാര്യം, ഇത് ഈ സംഭവം നടക്കുന്ന ഒരു റിസോർട്ടിലാണ്. അതായത് പുറമെ എല്ലാം കെട്ടിമറിച്ച് അതീവ സുരക്ഷ ഉള്ള ഒരു റിസോർട്ടാണ്. ഈ റിസോർട്ടിലാണ് ഇറാൻ അവരുടെ ചീഫ് ഗസ്റ്റുകളൊക്കെ വന്നു കഴിഞ്ഞാൽ താമസിക്കാൻ ഇത് കൊടുക്കുന്നത്. അവിടെ ഈ ഹനിയയുടെ മുറിയിൽ ഒരു റിമോട്ട് നിയന്ത്രിത ആധുനികമായ ഒരു ബോംബ് സ്ഥാപിച്ചു. അങ്ങനെയാണ് കൊല്ലപ്പെട്ടത് എന്നാണ് പറയുന്നത്. ആ ഒരു സ്ഫോടനത്തിൽ ഈ ഇദ്ദേഹത്തിന്റെ ഹനിയയുടെ അംഗരക്ഷകൻ മതിലിന്റെ ഒരു ഭാഗം മാത്രമേ പോയതുകൊണ്ട്. അപ്പൊ ഇപ്പോൾ അറിയുന്ന അപ്പൊ ഈ 2 മാസമായിട്ട് ഒരു കൊലയാളി അവിടെ തമ്പടിക്കുന്നു, ഇതിന്റെ മൊത്തം ഡീറ്റെയിൽസിലേക്ക് കടക്കുന്നു, അയാൾ അവിടെ എത്തുന്നു, ഇത് വെക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ ഞാൻ നേരത്തെ കഴിഞ്ഞ ചർച്ചകളിൽ ഞാൻ പറഞ്ഞു. കാരണം ഇസ്രായേലിനെ സംബന്ധിച്ച് അവർക്ക് ഒരു വെടിനിർത്തൽ അനിവാര്യമാണ്. കാരണം ഈ കണ്ടിന്യൂസ് ഉള്ള ഈ യുദ്ധം എല്ലാവരും സാമ്പത്തികമായി തിരിച്ചടിക്കുകയും വികസന പ്രവർത്തനം മുരടിപ്പിക്കുകയും ചെയ്യും. ബെഞ്ചമിൻ നെതന്യാഹുവിനൊക്കെ എതിരെ അവിടെ പ്രതിഷേധങ്ങൾ വരുന്നുണ്ട്. പൊളിറ്റിക്കലിയാണ് അത്. അപ്പൊ അതുകൊണ്ട് ഇവർക്ക് എല്ലാവർക്കും, അമേരിക്ക അടക്കമുള്ളവർക്കും, എന്തിനേറെ പറയുന്നത് ഈ ഹമാസിനാണ് ഏറ്റവും പെട്ടെന്നത് എങ്ങനെയെങ്കിലും ഒന്ന് തൽക്കാലത്തേക്ക് നിർത്തിയേ പറ്റും. കാരണം അവർ അതിനും മാത്രം അൾട്ടിമേറ്റ് നാശമായിട്ട് കിടക്കും. അപ്പൊ എല്ലാവർക്കും ഒരു ചെറിയ ബ്രേക്ക് ആവശ്യമാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഇസ്രായേലിനെ സംബന്ധിച്ച് അവർക്ക് ഒരു ബ്രേക്ക് എടുക്കണമെങ്കിൽ അവർക്കൊരു വലിയ വിജയം നേടിയിട്ട് അവർക്കൊരു ഷോർട്ട് ബ്രേക്കിന് പോകാൻ പറ്റത്തുള്ളൂ. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ ഇതിന്റെ ചർച്ചകൾ, അതായത് ഈ ഹനിയയെ തട്ടിയാൽ ഇവര് ഇസ്രായേൽ തൽക്കാലം പണി നിർത്തും എന്നൊരു വാർത്ത നേരത്തെ തന്നെ വന്നിരുന്നതാണ്. അപ്പോ ഒരുപക്ഷെ ഈ ലോകരാജ്യങ്ങൾ ഇടപെട്ടുകൊണ്ട്, എന്റെ ഒരു നിഗമനം, എന്റെ ഒരു ഊഹമാണ്, ഈ ഹനിയയെ ബലിയെടുത്തുകൊണ്ടുള്ള ഒരു നീക്കമാണോ എന്ന് എനിക്കറിയില്ല. ഏതായാലും ഇപ്പൊ ധനുഷ് ചോദിച്ച ചോദ്യത്തിലേക്ക് വരാം. ഇറാനെ സംബന്ധിച്ച് 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഒരു രാജ്യത്തെ സംബന്ധിച്ച്, ഏത് രാജ്യമായാലും, ഇറാനല്ല ഏത് രാജ്യമായാലും, ആ രാജ്യത്ത് കയറി അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നല്ല ഉശിരുള്ള ഒരു ഭരണാധികാരിയാണ് എങ്കിൽ, ഇല്ലെങ്കിൽ സ്വന്തം ജനതയുടെ ആ ഒരു ആത്മവീര്യത്തെ ഉണർത്താനായിട്ട് തിരിച്ചടിക്കാൻ ഇന്ത്യ ബാലക്കോട്ടിൽ നടത്തിയതും അത് തന്നെയാണ്. ഇത് ഒരുപക്ഷെ നടത്താൻ പോകുന്നതും അതൊക്കെ തന്നെയായിരിക്കും. ഇതെല്ലാവരും ചെയ്യുന്നതാണ്. റഷ്യ എന്തുകൊണ്ടാണ് ഉക്രൈനെ അടിക്കാൻ പോയത്? അവരുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്ത തരത്തിലേക്ക് പോയി കഴിഞ്ഞപ്പോഴാണ് അവരവരുടെ ജനതയ്ക്ക് ഒരു ആത്മവിശ്വാസം വരുത്താൻ നടക്കുന്നത്. അപ്പൊ ഇതെല്ലാം ചെയ്യും. അപ്പൊ അത് ഇറാന്റെ ഒരു ലക്ഷ്യമാണ്. രണ്ടാമത്തെ കാര്യത്തിൽ, ഇറാൻ സ്പോൺസർ ചെയ്യുന്ന അനവധി സംഘടനകളുണ്ട്. അതായത് ഹൂതി വിമതരുണ്ട്, ഹിസ്ബുള്ളയുണ്ട്, അനവധി ഈ ഷിയ ഗ്രൂപ്പ് ഗർലാസുകളുണ്ട്. അപ്പൊ ഈ സംഘടനകൾക്ക് ഉള്ള ഫണ്ടും കാര്യങ്ങളും ട്രെയിനിങ്ങും മാത്രമല്ല ഇറാൻ കൊടുക്കുന്നത്, അവർക്കൊരു മാനസികമായ ധൈര്യവും കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പൊ നിലവിലത്തെ സാഹചര്യത്തിൽ ഹമാസിന് മാത്രം ഒറ്റയ്ക്ക് ഈ ഇസ്രായേലിനെ നേരിടാൻ പറ്റും എന്ന് അവർക്ക് തന്നെ ഉറപ്പില്ല. കാരണം അവരുടെ നേതാക്കൾ മരിക്കുന്നത് മാത്രമല്ല, ഈ ഇസ്രായേലിനെ പോലൊരു ഇതിനെയൊന്നും ഹമാസ് കണക്കൊരു സംഘടനയ്ക്കൊന്നും തകർക്കാനൊന്നും പറ്റില്ല. ഇപ്പൊ തന്നെ എത്ര ആയിരം പേരാ മരിച്ചത്? 1197 പേരായിരുന്നു ഈ ഇസ്രായേലിൽ കയറിയിട്ട് ഈ ഹമാസ് നടത്തിയ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടതെങ്കിൽ തിരിച്ചടിയിൽ എത്ര ലക്ഷങ്ങൾ പോയി എന്നുള്ളതാണ് ആലോചിക്കുന്നത്. എത്ര, കാരണം അവർ കണ്ണിച്ചോരയില്ലാതെ ഗാസയുടെ 90% നിയന്ത്രണം ഇന്നിപ്പോ ഇസ്രായേലിന്റെ കയ്യിലാണ്. ഗാസയുടെ മുമ്പ് ഗാസയിലെ ഒരു നിയന്ത്രണം ഞങ്ങൾക്ക് കൂടെ വേണം ഭാഗികമായി അതിർത്തി പ്രദേശങ്ങളെന്ന് പറഞ്ഞിരുന്നവരാണ് ഇസ്രായേലെങ്കിൽ ഇന്ന് ഗാസയുടെ അത് അവർ കീഴ്പ്പെടുത്തി കഴിഞ്ഞു. ഗാസ റഫേലേക്ക് അവർ നീങ്ങിക്കഴിഞ്ഞു. ഏതാണ്ട് അവരുടെ കയ്യിലായിരിക്കും പകുതി കൂടുതൽ.
അവിടെയാണ് ഈ ഉം. ഹമാസിനെ പോലുള്ളവർക്കും എല്ലാവർക്കും ഒരു ആഗ്രഹം അതൊന്ന് തൽക്കാലത്തേക്ക് ഒന്ന് നിർത്തി. കാരണം ഷോർട്ട് ബ്രേക്ക് വന്ന് ഇവർക്ക് പുഷ്ടിപ്പെടാൻ പറ്റും. ഉം. അവിടെയാണ് ഇറാന്റെ ഒരു പ്രശ്നം അവിടെ ഉള്ളത്. ഈ ഇറാന്റെ കാര്യത്തിൽ അമേരിക്കയെ സംബന്ധിച്ച് കണ്ണും പൂട്ടിയ ഒരു അഭിപ്രായം പറയാൻ കഴിയും. നേരെ മറിച്ച് വേറെ ഏത് രാജ്യമാണെങ്കിലും ഈ അമേരിക്ക അല്പം മയപ്പെടുത്തിയ ഇത്തരത്തെ കാര്യങ്ങൾ തലയിടാറുണ്ട്. കാരണം ഇറാൻ ഉം. എന്ന് പറഞ്ഞാൽ ഈ ആണവായുധ നിർമ്മാണത്തിലേക്ക് പോയതോടുകൂടിയാണല്ലോ ഈ അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളും ഇറാനും തമ്മിൽ തെറ്റുന്നത്. അതിനു മുമ്പ് വരെ ഉം. ഇവരൊക്കെ ഒറ്റച്ചങ്ങായിമാരായിരുന്നു, വലിയ സുഹൃത്തുക്കളായിരുന്നു, ഒക്കെ ആയിരുന്നതാണ്. അവിടെ കൊണ്ടാണ് ഇവർ തെറ്റുന്നത്. ഉം. അപ്പോ ഈ പറഞ്ഞു വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒന്ന് അമേരിക്ക ഉപരോധം പ്രഖ്യാപിച്ചിരിക്കുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് ഈ ഇറാൻ. അപ്പൊ ഉം. സ്വാഭാവികമായും പിന്നെ മറ്റൊന്ന് ഈ ഇസ്രയേൽ എന്ന് പറയുന്നത് തങ്ങളുടെ സഹോദരന്മാരാണെന്ന് ഇടയ്ക്കിടയ്ക്ക് അമേരിക്ക പറയാറുണ്ട്. അതിന്റെ പിന്നിൽ രണ്ട് ഉദ്ദേശം അമേരിക്കയ്ക്കുണ്ട്. കാരണം ഈ ഉം. പശ്ചിമേഷ്യയിലെ ഇസ്രയേലിനെ കയ്യിൽ വെക്കുകയാണ് അമേരിക്ക ചെയ്യുന്നത്. കാരണം ഇസ്രയേലിനെ ഒന്ന് അയച്ചു വിട്ടാൽ അവര് ചിലപ്പോൾ ഈ പശ്ചിമേഷ്യയുടെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കളയും. അത് അമേരിക്കയുടെ ബിസിനസ് താല്പര്യങ്ങൾ നശിപ്പിച്ചു കളയും. അമേരിക്കയ്ക്ക് ഈ ഗൾഫ് രാഷ്ട്രങ്ങളുമായിട്ടാണ് ഏറ്റവും കൂടുതൽ ട്രേഡിംഗ് ഇപ്പോൾ നിലവിലുള്ളത്. അതുകൊണ്ട് ഇസ്രയേൽ ഉം. കയറി അടിച്ചു കഴിഞ്ഞാൽ സംഭവം മുഴുവൻ ഈ അറബ് രാജ്യങ്ങൾ ഒന്നിക്കുകയും അമേരിക്ക അടക്കമുള്ള ഒരു കെട്ടുകെട്ടുകയും ചെയ്യേണ്ടി വരും അവിടെ. ഇതൊക്കെ അവർക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇസ്രയേലിനൊപ്പം നിന്നില്ല എങ്കിൽ ഇസ്രയേലിന്റെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം അവര് തിരിച്ചടിക്കുക തന്നെ ചെയ്യും. അപ്പൊ അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് ഇസ്രയേലിനൊപ്പം ഉം. നിന്നുകൊണ്ട് ഇറാനെ അടിക്കും. ഇറാനെ അടിക്കുന്നത് അമേരിക്കയ്ക്ക് യാതൊരു മടിയില്ല. കാരണം അവർ തമ്മിൽ അത്ര നല്ല സുഖത്തിലുള്ള ഒരു ബന്ധവുമല്ല, അതെ, ശത്രുക്കളാണ്. അതെ, അതെ. അപ്പം അതുകൊണ്ട് അടി വന്നു കഴിഞ്ഞാൽ ഇസ്രയേലിന് സപ്പോർട്ടായിട്ട് നിൽക്കുകയും ചെയ്യും. പക്ഷെ ഇതിനകത്ത് മറ്റൊരു രസം എന്ന് വെച്ചാൽ ഈ ഇറാൻ പ്രത്യക്ഷത്തില് ഇസ്രയേലിനെതിരെ യുദ്ധമായിട്ട് പോയി ഈ അറബ് രാജ്യങ്ങളൊന്നും ബഹുഭൂരിപക്ഷവും ഇറാനെ പിന്തുണച്ച് രംഗത്ത് വരില്ല. തുർക്കി എത്തും, പാകിസ്ഥാൻ എത്തും, ഖത്തർ എത്തും. അങ്ങനെ ചില അതെ. രാജ്യങ്ങൾ മാത്രമാണ് ഇറാനോടൊപ്പം നിൽക്കാനുള്ള സാധ്യതകളുള്ളൂ. കാരണം ഇതൊന്നും സുന്നി ഷിയ പ്രശ്നങ്ങളുണ്ട് അതിനകത്ത്. ഉം. രണ്ടാമത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇറാനുമായിട്ട് അത്ര വലിയ സുഖകരമായ ബന്ധമൊന്നും മറ്റു രാജ്യങ്ങൾക്കില്ല. ഇപ്പൊ ഇസ്രയേല് സൗദിയായിട്ടും UAE-യുമായിട്ടൊക്കെ അടുത്ത ബന്ധം സ്ഥാപിച്ചിട്ടുണ്ട്. ഇറാൻ ഈ അടുത്ത ഉം. കാലത്ത് ഒരു ബന്ധം സ്ഥാപിക്കാൻ ശ്രമിച്ചിരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഉം. പിന്നെ ധനുഷ് ചോദിച്ചൊരു ചോദ്യം, ഇന്ത്യക്ക് ഒരു നിലപാടെടുത്ത് ഇസ്രായേലിനൊപ്പം നിൽക്കാൻ പറ്റില്ലേ? ഇന്ത്യ ഉം. അങ്ങനെ ഉം. ഒരു കട്ടാറായിട്ട് നിലപാട് എടുക്കാറില്ല. കാരണം നമ്മുടെ രാജ്യത്തിന്റെ പോളിസി ഉം. ചേരിചേരാ നയമാണ്. അത് മാത്രമല്ല ഈ അതെ. നരേന്ദ്രമോദി വന്നതിന് ശേഷം നമ്മൾ മറ്റൊരു നയം കൂടെ നമ്മൾ എടുത്തിട്ടുണ്ട്. നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ നമ്മൾ പറയും. നമ്മൾ എപ്പോഴും യുദ്ധത്തിനെതിരാണ്. അതാണ് നമ്മുടെ ഉം. പോളിസി. പിന്നെ നമ്മുടെ മറ്റൊരു ഉം. പോളിസി, ആരാണോ അതിർത്തി കടന്ന് നമ്മളെ അടിക്കുന്നത് അവനെ തിരിച്ച് പോയി മാന്തി പൊളിക്കുക എന്നുള്ളതാണ് നമ്മുടെ രണ്ടാമത്തെ പോളിസി. ഈ രണ്ട് ഉം. പോളിസിയാണ് ഉം. നമ്മൾ ഉക്രൈൻ വാറിൽ നമ്മൾ എടുത്തത്. ഉക്രൈനിൽ നമ്മൾ എന്താ പറഞ്ഞത്? യുദ്ധം കൊണ്ട് നമുക്ക് സമാധാനം ഉണ്ടാകില്ല, യുദ്ധം നിർത്തിവെച്ച് ഉം. നമുക്ക് ചർച്ച ചെയ്യാം. രണ്ടാമത്തെ ഉം. കാര്യം, പിന്നെ മറ്റൊരു രാജ്യത്തിന്റെ ആഭ്യന്തര കാര്യത്തിൽ ഇടപെടാൻ ഇന്ത്യക്ക് താല്പര്യമില്ല എന്നും ഇന്ത്യ പറഞ്ഞിട്ടുണ്ട്. ഈ ഇസ്രയേലിന്റെ ഉം. വിഷയത്തിൽ എന്താണ് ഇന്ത്യ ആദ്യം ഇസ്രയേലിനെ പിന്തുണച്ച് രംഗത്തെത്താൻ പറഞ്ഞ പ്രധാനപ്പെട്ട കാരണങ്ങളൊന്നും, ഒരു ഉം. രാജ്യത്ത് കയറി ഭീകരാക്രമണം നടത്തിയിട്ട് പോയി കഴിഞ്ഞാൽ അവരെവിടെയാണെങ്കിലും ഏത് രാജ്യത്താണെങ്കിലും ഉം. കയറി തിരിച്ചടി കൊടുക്കുക എന്നുള്ളത് ഒരു രാജ്യത്തെ സംബന്ധിച്ച് പരമപ്രധാനമാണ്. അതാണ് ഇസ്രായേൽ ചെയ്തത്, ഞങ്ങൾ പിന്തുണയ്ക്കുന്നു. അതേപോലെ തന്നെ ഇന്ത്യ പറഞ്ഞ മറ്റൊരു ഡയലോഗ് കൂടെ ഉണ്ട്, ഉം. സ്വതന്ത്ര പാലസ്തീനെ ഞങ്ങൾ എല്ലാ കാലവും പിന്തുണയ്ക്കുന്നു, അവർക്കൊരു രാജ്യം വേണമെന്നുള്ള ആ നിലപാടിൽ ഞങ്ങളുണ്ട് എന്ന് പറയുകയും ചെയ്തിരിക്കുന്നു. ഇപ്പോൾ ഈ ഉം. യുദ്ധം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇന്ത്യയുടെ ഏറ്റവും വലിയ പ്രശ്നം, ഇന്ത്യയുടെ ഏറ്റവും വലിയ അടുത്ത സുഹൃത്താണ് ഇസ്രായേൽ. അതുപോലെ തന്നെ ഇന്ത്യക്ക് ഉം. ഒഴിവാക്കാൻ കഴിയാത്ത മറ്റൊരു സുഹൃത്താണ് ഇറാൻ. ഈ അടുത്ത കാലത്ത് ഉം. ഏറ്റവും കൂടുതൽ ട്രേഡിങ്ങിന് ഉള്ള കളമൊരുങ്ങുന്നതും ഇന്ത്യ ഏറ്റവും കൂടുതൽ പണം മുടക്കിയിരിക്കുന്നത് ഇറാനിലാണ്, അവിടുത്തെ അടിസ്ഥാന സൗകര്യ വ്യവസ്ഥ. അതെ. ഈ രണ്ടുപേരും ഒരുപോലെയാണ് ഇപ്പോൾ. ഇതിനകത്ത് വളരെ കൗതുകരമായ വേറെ ചില കാര്യങ്ങൾ. ഇപ്പൊ ഈ അഫ്ഗാനിസ്ഥാന്റെ ഭരണകൂടത്തെ നമ്മൾ അംഗീകരിച്ചിട്ടില്ല, താലിബാനാണെന്നൊക്കെ പറഞ്ഞിട്ട് അംഗീകരിച്ചിട്ടില്ല. പക്ഷെ ഈ ഉം. അഫ്ഗാനുമായിട്ട് നമ്മൾ നല്ല ടൈംസാണ്. അവർക്ക് ഉം. ഭക്ഷണം എത്തിക്കുന്ന അവിടുത്തെ അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനമൊക്കെ നമ്മൾ ഏറ്റെടുത്തിട്ടുണ്ട്. അതായത് ഉം. നമ്മൾ പറഞ്ഞില്ലേ, നമ്മൾ ഈ ഇവരുമായിട്ടെല്ലാം നമുക്ക് കണക്ഷൻസ് ഉണ്ട്. ഒരുപക്ഷെ ഉം. ഇതൊരു യുദ്ധത്തിലേക്ക് പോകില്ല എന്ന് തന്നെയാണ് എന്റെ ഒരു പ്രതീക്ഷ. ഇറാൻ ഉം. തിരിച്ചടിക്കുമായിരിക്കും, കുറെ മിസൈലുകൾ ഒരു മറ്റുമൊക്കെ വിടും എന്നുള്ളതാണ്. ഒരു പക്ഷേ ഇതൊരു ഇതിപ്പോ യുദ്ധത്തിലേക്ക് പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും ഈ ഇതിന്റെ ഒരു പരിണിത ഫലം? അത് ഞാൻ വെറുതെ ഒരു കൗതുകത്തിന് വേണ്ടി ചോദിക്കുകയാണ്. ഇറാനും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധത്തിന് ഒരു പോർമുഖം തുറന്നു കഴിഞ്ഞാൽ നമുക്കറിയാം വളഞ്ഞിട്ട് ആക്രമിക്കുമെന്നറിയാം. എങ്കിലും ഇസ്രായേലിന്റെ കയ്യിലുള്ള ആയുധ ശേഷി, ഇറാന്റെ കയ്യിലുള്ള ആയുധ ശേഷി നമുക്കറിയാം. അവിടെയുള്ള നമ്മുടെ പ്രസിഡന്റ് തന്നെ മരിച്ചത് അവിടെ പഴകിയ വിമാനത്തിൽ സഞ്ചരിച്ച ആ വിമാനം തകർന്നു വീണിട്ട് അവിടെയുള്ള പ്രസിഡന്റ് തന്നെ മരിച്ചത്. അപ്പോ ഇത്രയും ഒരു ദുർബലമായിട്ടുള്ള ഒരു സൈനിക സെറ്റപ്പ് വെച്ചുകൊണ്ട് ഇസ്രായേൽ എന്ന് പറയുന്ന ദുർബലമല്ല, അവര് അത്യാധുനിക ദുർബലമല്ല, വളരെ ശക്തം തന്നെയാണ്. ഇറാന്റെ സൈനികർ ശക്തമാണ്. അല്ല, ശക്തമാണ്. ഞാൻ ഉദ്ദേശിച്ചത് ഇസ്രായേലുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അവർ ദുർബലമാണെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അത് വെച്ചുകൊണ്ട് ഏറ്റവും വലിയ ഇസ്രായേൽ സേനയാണ് അവർക്ക്. 10 ലക്ഷത്തോളം ഇതുണ്ട്, ഇറാനിയൻ റവല്യൂഷണറി ഗാർഡൊക്കെ ഉണ്ട് അവർക്ക്.
ആ പക്ഷേ ഇപ്പോഴത്തെ യുദ്ധങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ സൈനികമല്ല ചേട്ടാ. ഇപ്പൊ ആ ഇറാന്റെ കയ്യിലാണെങ്കിൽ അത്യാധുനിക സൈനിക ഇസ്രായേലിന്റെ കയ്യിലാണെങ്കിൽ അത്യാധുനിക ഡ്രോണുകളും കാര്യങ്ങളും ഒക്കെയാണ് ഇരിക്കുന്നത്. അവർക്കൊരു സ്വിച്ച് അമർത്തി കഴിഞ്ഞാൽ ഈ ഡ്രോൺ അപ്പുറത്ത് പോയിട്ട് കാര്യം കഴിഞ്ഞ് തിരിച്ചു വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. പറത്തി വിട്ടാൽ മാത്രം മതി. അപ്പൊ അതുപോലുള്ള ഒരു രാജ്യത്തിനെ നേരിടുമ്പോൾ ഇറാന്റെ ഒരു ഗതി എന്താവും? അത് വലിയ രീതിയിലുള്ള കാഷ്വാലിറ്റീസ് ഇറാനിൽ ഉണ്ടാവാനുള്ള സാധ്യതയില്ലേ? പ്രത്യേകിച്ച് അമേരിക്ക പറയുന്നത്, ഈ അമേരിക്ക എന്ന് പറയുന്ന രാജ്യം നമുക്കറിയാം, യുക്രൈന്റെ അടുത്ത് നീ കയറി അടിച്ചോ എന്ന് പറഞ്ഞിട്ട് യുക്രൈൻ അടിച്ചപ്പോ സഹായം ചോദിച്ചു ചെന്നപ്പോ പുറംതിരിഞ്ഞു നിന്ന ഒരു രാജ്യമാണ്. അല്ല, ഉക്രൈൻ പോലത്തെ വിഷയമല്ല ഇത്. ഉക്രൈന്റെ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാല് അമേരിക്കക്ക് നന്നായിട്ട് അറിയാം. ഉക്രൈനെ ഹെൽപ്പ് ചെയ്യാൻ പോയ സാമ്പത്തികമായിട്ട് അമേരിക്കക്ക് വലിയ നഷ്ടം വരും. ഇപ്പൊ തന്നെ ഉക്രൈൻ ഉം, ആയുധങ്ങളായി കൊടുക്കുന്ന അമേരിക്കയാണ്. ഇതിന്റെ ഒന്നും പൈസ അവർക്ക് പണ്ടോട്ടേ ഉം, കിട്ടിയിട്ടില്ല. അപ്പം ഈ ഉം, ഈ അമേരിക്ക എന്താണ് വെച്ചതെന്ന് വെച്ചാൽ ഈ റഷ്യയുടെ ഒരു ശക്തി എത്രത്തോളം അളക്കുക, പിന്നെ ഇവരുടെ ഒരു ഉം, ആയുധത്തിന്റെ പരിശീലനം നടത്തുക, അല്ലെങ്കിൽ ടെസ്റ്റ് ഡോസ് നടത്തുക എന്നൊക്കെ ഉം, വെച്ചിട്ട് തന്നെ ചെയ്തു. പക്ഷെ അതുപോലെ അല്ല ഇസ്രയേൽ. ഇസ്രയേല് ഇറാൻ യുദ്ധം ഉണ്ടായാൽ യുദ്ധത്തിന്റെ ഗതി എന്തും ആയിക്കോട്ടെ, കുഴപ്പമില്ല. ആള് മരിക്കോ മരിക്കാതിരിക്കോ എന്നുള്ളതല്ല. അതിന്റെ ഒരു ഉം, ഒരു ഒരു ഇമ്പാക്ട് ഭയങ്കരമായിരിക്കും. ഒന്ന്, പശ്ചിമേഷ്യ അത് ഭയങ്കര സാരമായി ബാധിക്കും. എണ്ണവില ഉൾപ്പെടെ ഉം, കുതിച്ചുയരുന്ന ഒരു സാഹചര്യം വരും. ഉം, ഇപ്പോഴുള്ള ഉം, ഒരു ആഗോള ഈ സഖ്യങ്ങൾ അല്ലെങ്കിൽ ട്രേഡിംഗ് സഖ്യങ്ങളെല്ലാം തകർന്നടിയും. അമേരിക്കക്കെതിരെയുള്ള ഉം, ജനവികാരം തുടക്കത്തിൽ ഉണ്ടാകില്ല എങ്കിൽ പോലും പിന്നീട് അമേരിക്കക്കെതിരെ ഒരു ജനവികാരം ഈ ഗൾഫ് രാജ്യങ്ങളിൽ ഉം, ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ്. അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ അമേരിക്കയുടെ തന്നെ ഒരുപാട് ഐറ്റംസ് അവിടുത്തെ സൂപ്പർ മാർക്കറ്റിൽ അധികം ഇരിക്കുന്നതും അവിടുത്തെ ജനം മേടിക്കുന്നതും തുണിയായാലും മറ്റുള്ള കാര്യം, അതിനെ ബഹിഷ്കരണം നേരിട്ട് കഴിഞ്ഞാൽ ആ ഒരു ഗ്യാപ്പിലേക്ക് ഒരുപക്ഷെ കടന്നു കയറാൻ പോകുന്നത് ഇന്ത്യ ആയിരിക്കും. കാരണം ഉം, അമേരിക്കയ്ക്ക് ഒരു എതിർപ്പ് എന്ന് പറയുമ്പോൾ ഏതാണ്ട് യൂറോപ്യൻ യൂണിയനിൽ പെടുന്ന രാജ്യങ്ങളോടെല്ലാം ആ ഒരു കലിപ്പിലേക്ക് നീങ്ങേണ്ട സാഹചര്യം വരും. പിന്നെ ഉം, ഈ ഉം, ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഇപ്പം ധനുഷ് നേരത്തെ പറഞ്ഞെങ്കിൽ ടെക്നോളജിയിൽ ഇറാൻ പിന്നിലാണെങ്കിലും എല്ലാവരും ഭയക്കുന്ന ഒരു കാര്യം ഇറാന്റെ പക്കലുണ്ട്. അത് ഉം, അണുബോംബാണ്. അത് നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. ഉം, ഈ ഇങ്ങനെയൊക്കെയുള്ള രാജ്യങ്ങൾ, അതായത് ഈ പ്രാന്തമായി നിൽക്കുന്ന രാജ്യങ്ങൾ, അതിപ്പോ ഇസ്രായേൽ ആണെങ്കിലും ഈ ഇറാൻ ആണെങ്കിലും ഒക്കെ ഈ മുൻപിൻ നോക്കാതെ ചില അറ്റാക്കുകൾ നടത്തിക്കളയുന്ന രാജ്യങ്ങളാണ്. അല്ലാതെ ഒരു ഉം, ഉം, വകതിരിവോട് കൂടി അത് അങ്ങനല്ല ഇങ്ങനെയാണ് അങ്ങനെ ചിന്തിക്കുന്നതല്ല. അങ്ങനെ എന്തെങ്കിലും ഒരു സംഭവ ഉം, വികാസത്തിലേക്ക് നീങ്ങി അത് ലോകത്തിന് തന്നെ നാശമാണ്. ഇപ്പോഴും ഞാൻ പ്രതീക്ഷിക്കുന്നത് ഒരു വലിയ യുദ്ധത്തിലേക്ക് പോകില്ല. വലിയ യുദ്ധത്തിലേക്ക് പോയാൽ നമ്മൾ അടക്കമുള്ളവർക്ക് നേട്ടവും കോട്ടവും ഉണ്ടാവും. ഒന്ന്, ഈ കടൽ ഉം, വഴിയാണ് നമ്മുടെയൊക്കെ ട്രേഡിങ് നടക്കുന്നത്. പല രാജ്യത്തു നിന്നും നമ്മളുടെ ഈ കപ്പലുകളെല്ലാം തന്നെ സ്റ്റോപ്പായി പോകുന്ന ഒരു സാഹചര്യം വരും. ഏതാ, നമ്മുടെ കടൽ വഴിയുള്ള വ്യാപാര ബന്ധത്തിന് ഉം, സാരമായി തന്നെ ബാധിക്കും. ഇപ്പൊ തന്നെ ഞാനിപ്പോ ഉം. രാവിലെ അറിഞ്ഞ വിവരം തന്നെ വിമാന സർവീസുകളൊക്കെ പലതും ഈ ടെല്ലവീവിലൊക്കെ ഉള്ളത് ഇന്ത്യ റദ്ദ് ചെയ്തിട്ടുണ്ട്. അതെ അതെ. അതൊരു വലിയ വിഷയമാണ്. പിന്നെ നമ്മുടെ പൗരന്മാരാണ് കൂടുതലും ഈ ഇസ്രായേലിൽ അടക്കം കിടക്കുന്നത്. അങ്ങനെ അത് നമുക്ക് അവരെ കൊണ്ടുവരുന്നത് മാത്രമല്ല അവരുടെ തൊഴിലടക്കം നഷ്ടപ്പെടുന്ന ഒരു കാഴ്ചയുണ്ട്. അതുപോലെ തന്നെ ഒരു യുദ്ധം എന്ന് പറയുമ്പോഴത്തേനും ഓരോ ദിവസവും ഓരോ യുദ്ധത്തിന് കോടികൾ തന്നെ ചെലവഴിക്കേണ്ട ഒരു സാഹചര്യം. ഇതൊക്കെ ഇറാൻ അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം ഇറാൻ ഇപ്പം വലിയ രീതിയിൽ സാമ്പത്തിക ഞെരുക്കം. ഇനി ഇതുകൊണ്ട് ഇന്ത്യക്ക് കുറെ നേട്ടം ഉണ്ടാകും. എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ യുദ്ധം കൊടുമ്പിരി കൊള്ളുകയാണെങ്കിൽ ചുളുവിലക്ക് എണ്ണ പലയിടത്തും വാങ്ങിക്കാൻ പറ്റും. ഇപ്പൊ നമ്മളിപ്പോ ആ പണിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഇറാന്റെ പക്കൽ നിന്ന് നമ്മൾ എണ്ണ വാങ്ങുന്നുണ്ട്. നമുക്ക് എണ്ണ വാങ്ങുന്ന ഒരു രാജ്യം ഇറാനാണ്. ഉം, അങ്ങനെ ഒരു സാധ്യതയുണ്ട്. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ യുദ്ധം നടക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ അത് ഞാൻ പറയുന്ന പോലെ ഒരു ഫുൾ വാറിലേക്ക് പോകില്ല. പകരം ഒരു ഉം, കഴിഞ്ഞ ഏപ്രിൽ 13-14 തീയതികളിലായിരുന്നല്ലോ ഇറാൻ 2000 മിസൈലോ എങ്ങാണ്ട് ഈ ഇസ്രായേലിന് നേരെ വിട്ടല്ലോ. അതുപോലെ എനിക്ക് ഉം, ഉം, തോന്നുന്നു ഉടനടി ഒരു 3-4 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു അടിയും തിരിച്ചടിയിലേക്ക് കാര്യങ്ങൾ നീങ്ങാനുള്ള സാധ്യതയാണ് കാണുന്നത്. കാരണം ഇത് അവിടെ ഉം, കിടക്കുന്ന ഒരു രാജ്യവും ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല. ഇപ്പൊ ഈ ഇറാനെ ഉം, പിന്തുണച്ച് രംഗത്ത് എത്തിയിരിക്കുന്ന ഇറാനല്ലേ ഈ ഇസ്മയിൽ ഹാനിയെ കൊല്ലപ്പെട്ടതുമായി പിന്തുണച്ച് എത്തിയിരിക്കുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ്? അഭിപ്രായം പറഞ്ഞ രാജ്യങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന്, റഷ്യ പറഞ്ഞതും അത് പിന്നെ ശരിയായില്ല എന്ന് പറയുന്നു. ഖത്തർ പിന്തുണച്ചെത്തി. തുർക്കി, പിന്നെ പാകിസ്ഥാൻ, ഇറാൻ, ചൈന, ഇവർ ഇത്രയും പേരാണ് ആകെ ഇതിനകത്ത് ഒരു പ്രതികരണവുമായിട്ട് എത്തി. ഇന്ത്യ പോലും അങ്ങനെ ഒരു പ്രതികരണം, വേറെ ഒരു രാജ്യവും പ്രതികരണവുമായി എത്തില്ല. സൗദിയോ UAE ഒന്നും തന്നെ പ്രതികരണമായിട്ട് എത്താത്ത ഒരു സാഹചര്യമുണ്ട്. ഈ ചൈനയ്ക്കും ഈ യുദ്ധത്തിന് അത് വലിയ താല്പര്യം ഉണ്ടാകാൻ സാധ്യതയില്ല. കാരണം എല്ലാ വൻകിട ഉം, രാജ്യങ്ങളുടെയും ലക്ഷ്യം എന്ന് പറഞ്ഞാൽ യുദ്ധം ഉണ്ടാകുമ്പോൾ അവന്റെ കയ്യിരിക്കുന്ന ആയുധങ്ങൾ അവിടെ കൊണ്ടുവന്ന് വിറ്റഴിക്കുക, അതിന്റെ പണം മേടിച്ച് ഉം, പോവുക എന്നുള്ളതാണ്. ഇറാനെ ഉം, കണക്ക് സാമ്പത്തികമായിട്ട് തകർന്നിരിക്കുന്ന രാജ്യത്തുകൊണ്ട് ചൈന അവന്റെ സെക്കൻഡോ തേർഡോ ആയിട്ടുള്ള അവന്റെ വെപ്പൺസ് കൊടുത്തു കഴിഞ്ഞാൽ പണം കിട്ടില്ല. ഉം, പിന്നെയും ഈ ഉം, ഇറാൻ ആയുധങ്ങൾ മേടിക്കുന്നതൊക്കെ പഴയ നേരെ ധനുഷ് പറഞ്ഞ പഴയ വിമാനങ്ങളും മറ്റും മേടിക്കുന്നത് റഷ്യയുടെ കയ്യിൽ നിന്നാണ്. ചൈനയുടെ അവസ്ഥ ഉം, അറിയാമല്ലോ. ചൈന പാകിസ്ഥാനിൽ കൊണ്ടുവന്ന അവരുടെ ഏറ്റവും മോശപ്പെട്ട ആയുധങ്ങളാണ് അവർ കൊടുക്കുന്നത് പാകിസ്ഥാനിൽ. മുങ്ങിക്കപ്പൽ മുങ്ങത്തില്ല, ഉം, വിമാനം പറക്കത്തില്ല, അങ്ങനെയുള്ള സാധനങ്ങൾ കൊടുക്കുന്നത് എന്തുകൊണ്ടാണ്? പൈസ കിട്ടത്തില്ലെന്ന് ഉം, അറിയാവുന്നതുകൊണ്ടാണ്. അവസാനം എന്ത് പറ്റി? അവരുടെ ഉം, സ്ഥലങ്ങളൊക്കെ കയ്യേറാൻ തുടങ്ങി. അവിടെ പാത ഉം, പണിയാനും ബിൽഡിംഗ് പണിയാനും തുടങ്ങി.
അവിടുന്നുള്ള പിന്നെ പന്നികളെ ഇസ്ലാമിന്റെ ഇത് മതപ്രകാരം പന്നികൾ അവർക്ക് ഹറാമായ ഒരു ജീവിയാണ്. അതിന്റെ കട തുടങ്ങേണ്ടി വന്നില്ല പാകിസ്ഥാന്. കാരണം ഈ ചൈനീസ് എഞ്ചിനീയേഴ്സും തൊഴിലാളികളും ധാരാളം അവിടെ കൺസ്ട്രക്ഷൻസ് നടക്കുന്നുണ്ട് ഒരുപാട്, അവരുടെ ഈ വൈദ്യുതി പദ്ധതികളും ഒക്കെ. അവർക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഈ പന്നിക്കട തുടങ്ങേണ്ടി വന്നില്ല. അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ ഉണ്ട്. അപ്പൊ അതേപോലെ ഇറാനിൽ കയറി കൈവെക്കാൻ ചൈനയ്ക്ക് പറ്റില്ല. കാരണം ഇറാൻ അതൊന്നും അനുവദിക്കത്തില്ല. ചൈന പിന്തുണച്ചാലും ചൈന ഹെൽപ്പ് ചെയ്താലും പിന്തുണയ്ക്കത്തില്ല. ഒന്നാമത് ഇപ്പൊ ചൈനയും സാമ്പത്തികമായി പൊട്ടിയിരിക്കുന്ന അവസ്ഥയാണ്. അവരൊന്നും കയറി ഇതിനകത്ത് പിന്നെ പുറമേ നിന്ന് ഈ പറയും എന്നുള്ളതേ ഉള്ളൂ, അല്ലാതെ അതിനകത്ത് വരാൻ സാധ്യത ഇതൊക്കെ ഇറാൻ നന്നായിട്ടറിയാം. പക്ഷെ ഇപ്പൊ അവര് അവരുടെ ഒരു മുഖം രക്ഷിക്കാനും അവരുടെ ജനതയ്ക്ക് ആത്മവിശ്വാസം പകരാനും അവർ ശക്തമായ ഒരു അടി അടിക്കും. ഈ ആ സമയത്ത് തന്നെ ലെബണിൽ നിന്നും യമനിൽ നിന്നും ഹൂതികളും ഹിസ്ബുള്ളകളും കുറെ മിസൈലുകളും മറ്റുമൊക്കെ വാരി വിതറാനുള്ള സാധ്യതയുണ്ട്. ഏതായാലും 3-4 ദിവസത്തേക്ക് ഒരു പൊരിഞ്ഞടി പ്രതീക്ഷിക്കാൻ പറ്റും. ഇസ്രയേൽ തൽക്കാലം ചെയ്യാൻ പോകുന്നത് പ്രതിരോധിക്കുക മാത്രമായിരിക്കും. അവന്മാര് പൂർണ്ണതോതിൽ ഒരു തിരിച്ചടി കൊടുക്കത്തില്ല. ഇടയ്ക്കിടയ്ക്ക് ഇരുന്നിട്ട് ഇവന്മാരുടെ ഏതെങ്കിലും കപ്പലിലിട്ട് അടിച്ചത് മുക്കാനും ഒക്കെയുള്ള സാധ്യതയുണ്ട്. കാരണം ഈ കുറെ അടി ഇങ്ങനെ മേടിച്ച് കഴിഞ്ഞിട്ട് തിരിച്ചൊരു വലിയ സാധനം കൊടുക്കുമല്ലോ, ഒരൊറ്റടി. അങ്ങനത്തെ ഒരു സാധനം. ഇതെല്ലാം കൂടെ ഞാൻ പറഞ്ഞില്ല, ഒരാഴ്ച നിൽക്കാവുന്ന ഒരു സാധനത്തിലേക്ക് നീങ്ങുന്നുള്ളൂ. വലിയൊരു പൂർണ്ണമായ വിധത്തിൽ എന്തായാലും തെക്കൻ ഇസ്രായേലിൽ ഒക്ടോബർ 7 ഹമാസ് നടത്തിയ കടന്നാക്രമണത്തിന്റെ അലയൊലികളാണ് ഇപ്പൊ ഇതുവരെ എത്തി നിൽക്കുന്നത്. മധ്യ ഏഷ്യ മുഴുവനും പ്രതിരോധത്തിലാകുന്ന ഒരു യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങും, ആ അത്തരത്തിലുള്ള വാർത്തകളാണ് ഇപ്പൊ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇസ്രായേലിന് പിന്നിൽ ഇപ്പോൾ അമേരിക്കയുണ്ട്, പലസ്തീന് സപ്പോർട്ടുമായിട്ട് ചൈന അടക്കമുള്ള രാജ്യങ്ങൾ, ഹമാസ്, ഇസ്ലാമിക് ജിഹാദ്, ഹൂതികൾ, ഹിസ്ബുള്ള അടക്കമുള്ളവർ ഇസ്രായേലിനെ വളഞ്ഞിട്ട് ആക്രമിക്കാനായി വലിയ രീതിയിൽ കോപ്പ് കൂട്ടുന്നു എന്ന് പറഞ്ഞ വാർത്തകൾ വരുന്നു. വരും ദിവസങ്ങളിൽ ഇത് എന്താകും എന്ന് നമുക്ക് കണ്ടറിയാം. അതുപോലെ ബിജേട്ടൻ പറഞ്ഞതുപോലെ ഒരു യുദ്ധത്തിലോട്ട് കാര്യങ്ങൾ പോകാതിരിക്കട്ടെ. കാരണം മധ്യ ഏഷ്യയിൽ ഇന്ത്യ അടക്കമുള്ളവർക്ക് വലിയ വ്യാപാര താല്പര്യങ്ങളുണ്ട്. നമ്മുടെ ചബഹർ തുറമുഖം അടക്കമുള്ള തുറമുഖങ്ങൾ അവിടെയാണ്. ഇപ്പൊ കിട്ടിയിട്ടേ ഉള്ള ഒരു 10 കൊല്ലത്തിലേക്ക് പാട്ടത്തിന് എടുത്തേക്കാണ്. അപ്പൊ നമ്മുടെ വലിയ ഒരു പ്രതീക്ഷയാണ് ആ തുറമുഖം എന്ന് പറയുന്നത്. നേട്ടങ്ങളും കോട്ടങ്ങളും ഉണ്ടാകും എന്നുള്ളതും സത്യമാണ്. അതിൽ നേട്ടങ്ങളെക്കാൾ ഉപരി കോട്ടങ്ങളായിരിക്കും ഉണ്ടാകാൻ പോകുന്നത്. അത് ലോകം മുഴുവൻ, കാരണം മധ്യേഷ്യ ഒന്ന് ഡൗൺ ആയി കഴിഞ്ഞാൽ ലോകം മുഴുവനും എണ്ണയ്ക്ക് വലിയ പ്രതിസന്ധി ഉണ്ടാകും. എണ്ണയ്ക്ക് പ്രതിസന്ധി ഉണ്ടായി കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ, ലോകം മുഴുവനും ഭക്ഷണ സാധനങ്ങൾക്ക് വില കൂടുന്ന സാഹചര്യം ഉണ്ടാവും, അവശ്യ സാധനങ്ങൾക്ക് എല്ലാം വില കൂടുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അങ്ങനെ പോകും. അങ്ങനെ പോയി കഴിഞ്ഞാൽ ഇപ്പൊ ഈ പറയുന്ന കയറി അടിക്കട എന്ന് പറയുന്ന ആ ഒരു വീര്യമൊന്നും അപ്പോ കാണില്ല എന്ന് മാത്രമേ പറയാനുള്ളൂ. അത് പറഞ്ഞുകൊണ്ട് നമുക്ക് നിർത്താം. താങ്ക് യു ബിജു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.